ഇന്ന് നമുക്ക് വിജയ് ദേവർകൊണ്ട കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കിങ്ഡം എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ 10-18 വർഷങ്ങൾക്ക് മുൻപ് അച്ഛനെ കൊന്നിട്ട് നാട് വിട്ടുപോയ ചേട്ടനെ അന്വേഷിച്ചെത്തുന്ന നായകൻ. എന്നാൽ ചുരുളഴിയുന്നത് വലിയ വലിയ സത്യങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ 1920 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഒരു ദ്വീപിലുള്ള ആദിവാസി ഗ്രാമം. ആ ഗ്രാമത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായി എത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ. ആ ഗ്രാമത്തിന് ഒരു തലവനുണ്ട്. എന്നാൽ തലവനാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്ന ആളുകളെയും പിന്നെ ആ ഗ്രാമത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും ഒരു വലിയ വള്ളത്തിൽ കയറ്റി അവിടെ നിന്നും യാത്രയാക്കുകയാണ്. പോകുന്നതിന് മുൻപായിട്ട് തന്റെ കിരീടമൂരി അവർക്ക് നൽകിയിട്ട്, ഒരു നാൾ നിങ്ങളെ രക്ഷിക്കുവാൻ ഒരാൾ വരും. അവൻ നിങ്ങളെ തിരികെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. ആ വരുന്ന ആളിന് നിങ്ങൾ ഈ കിരീടം സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് തലവൻ ആ കിരീടം അവരെ ഏൽപ്പിച്ചതും. കിരീടവുമായി ഗ്രാമത്തിലുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു പോകുന്ന സമയത്തും തങ്ങളെ രക്ഷിക്കാൻ ആരാണ് വരാൻ പോകുന്നത് എന്നായിരുന്നു അവരുടെ മനസ്സിലെ ചിന്തയും. എന്നാൽ ബ്രിട്ടീഷുകാരാണെങ്കിൽ ഗ്രാമത്തലവൻ ഉൾപ്പെടെ കുറെ പേരെ കൊന്നുകളയും. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് 1990 കാലഘട്ടമാണ്. ഹൈദരാബാദ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മുടെ കഥാനായകനായ സൂര്യയും കൂട്ടുകാരനും കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ സൂര്യയുടെ കൈവശം അവന്റെ ചേട്ടന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയാണുള്ളത്. ചേട്ടനാണെങ്കിൽ നാടുവിട്ടുപോയി. കമ്മീഷണർ ഓഫീസിലെ സ്കെച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് ചേട്ടൻ വലുതാകുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് ഒന്ന് വരച്ചു തരുമോ എന്ന് ചോദിക്കുവാൻ വേണ്ടിയിട്ടാണ് സൂര്യ എത്തിയിരിക്കുന്നതും. കൂട്ടുകാരനോട് ആ കാര്യം പറയുമ്പോൾ, പിന്നെ നിന്റെ ചേട്ടൻ വലിയ എന്തോ കാര്യം ചെയ്തിട്ടല്ലേ നാട് വിട്ടിരിക്കുന്നത്, അച്ഛനെ കൊന്നിട്ടല്ലേ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം സൂര്യയോട് ചോദിക്കുന്നു. അതെ, സ്വന്തം അച്ഛനെ കൊന്നിട്ടാണ് സൂര്യയുടെ ചേട്ടനായ ശിവൻ നാട് വിട്ടിരിക്കുന്നതും. അതേസമയം തന്നെ കമ്മീഷണർ ഓഫീസിന് മുന്നിലായിട്ട് ഒരു വയസ്സായ ആളാണെങ്കിൽ പോലീസുകാരോട് ഒരുപാട് കെഞ്ചി കരഞ്ഞു പറയുന്നുണ്ട് തന്റെ ചെറുമകനെ വെറുതെ വിടണമെന്ന്. എന്നാൽ SI ആണെങ്കിലോ ആ ഒരു വയസ്സായ ആളിനെ തല്ലുകയും ഒക്കെ ചെയ്യുന്നു. കാര്യം അന്വേഷിക്കുന്ന സമയത്താണ് ആ മുത്തശ്ശന്റെ ചെറുമകനെ ഒരു കാരണവുമില്ലാതെ തലേ ദിവസം വീട്ടിൽ നിന്നും പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ദേ ഇപ്പോൾ അറിയുന്നു അവനെ ഒരു മാവോയിസ്റ്റായിട്ട് മുദ്രകുത്തി അവനെ എൻകൗണ്ടർ ചെയ്യാൻ പോവുകയാണെന്ന്. മുത്തശ്ശൻ തന്റെ കൊച്ചുമകനെ വെറുതെ വിടണം, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് കരയുന്നതും. സൂര്യ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ആ ഒരു എൻകൗണ്ടർ ഫേക്കാണ്. അവൻ യഥാർത്ഥത്തിൽ കുറ്റവാളിയൊന്നുമല്ല. ഒരു നിരപരാധിയെ പിടിച്ചുകൊണ്ടുപോയി എൻകൗണ്ടർ ചെയ്ത് പോലീസുകാർ തന്റെ ഉത്തരവാദിത്തം അങ്ങ് നിറവേറ്റുകയാണെന്നുള്ള കാര്യം സൂര്യക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്നും സൂര്യ തീരുമാനിക്കുന്നു. എവിഡൻസ് റൂമിലാണ് ആ പയ്യനെ ഇട്ടിരിക്കുന്നതും. സൂര്യ അവിടേക്ക് ചെല്ലുമ്പോൾ അവന് കാവലായിട്ട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. SIയും കൂടെയുണ്ട്. SI ആണ് അവനെ പൊതിരെ തല്ലുന്നതും. മുത്തശ്ശനെ തല്ലിയതിന്റെ ദേഷ്യവും സൂര്യക്കാണെങ്കിൽ SIയോട് മനസ്സിലുണ്ട്. അകത്തേക്ക് കയറി ചെന്ന സൂര്യ SIക്കിട്ട് ഒന്ന് കൊടുത്തിട്ട് ആ പയ്യനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായും സഹായിക്കുന്നു. സൂര്യ പുറത്തേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശനും അവന് ഒരുപാട് നന്ദി പറയും. അങ്ങനെ സൂര്യ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് സൂര്യയെ കാത്ത് അവിടെ SIയും ഉണ്ടായിരുന്നു. മാത്രവുമല്ല സൂര്യയുടെ അമ്മാവനുമുണ്ട്. സൂര്യയുടെ അമ്മാവനും പോലീസ് ഇൻസ്പെക്ടറാണ്. നീ എന്തിനാ SIയെ തല്ലിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം സൂര്യ പറയുന്നു. തനിക്ക് തെറ്റായിട്ട് തോന്നി, അതുകൊണ്ടാ തല്ലിയത്, മാപ്പ് പറയാനൊന്നും താൻ ഒരുക്കമല്ല എന്നുള്ള രീതിയിലാണ് സൂര്യ നിൽക്കുന്നത്. എന്നാൽ സൂര്യയുടെ ജോലിയെ തന്നെ ഇത് ബാധിക്കുമെന്ന് ഉറപ്പാണ്. കാര്യം SI അത്രയ്ക്കും ദേഷ്യത്തിലാണ് നിൽക്കുന്നതും. അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് സൂര്യയുടെ അമ്മയാണെങ്കിൽ പുറത്തേക്ക് വന്ന് അവന്റെ കവിളിനിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. എന്നിട്ടമ്മ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിയും പോകുന്നു. കാരണം എന്തെന്നാൽ സൂര്യയെ പോലെ തന്നെയായിരുന്നു സൂര്യയുടെ അച്ഛനും. ചെറിയ കാര്യത്തിനും പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. സൂര്യയുടെ പെട്ടെന്നുള്ള ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവം അമ്മാവൻ അവനെ ഒരുപാട് ഉപദേശിക്കുവാനായും നോക്കും. ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ? എന്നിട്ട് അമ്മാവൻ സൂര്യയോട് പറയുന്നുണ്ട്, നിന്റെ ചേട്ടൻ കുട്ടിക്കാലത്തെ നാടുവിട്ടു പോയതല്ലേ, എന്നും നിന്റെ അമ്മ നിന്റെ ചേട്ടനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അവൾ ആ കാര്യമോർത്ത് കരയാതെ ഉറങ്ങാറില്ല. മരിക്കുന്നതിന് മുൻപെങ്കിലും നിന്റെ ചേട്ടനെ ഒന്ന് കാണണമെന്ന് നിന്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യവും അമ്മാവനാണെങ്കിൽ സൂര്യയോട് പറയുന്നു. സൂര്യക്കാണെങ്കിലോ തന്റെ ചേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വരും. കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങളാണ് സൂര്യ ആലോചിക്കുന്നതും. സൂര്യക്ക് തന്റെ ചേട്ടനായ ശിവ എന്ന് വെച്ചാൽ ജീവനാണ്. അതുപോലെ തന്നെ ശിവയ്ക്കും സൂര്യ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവരുടെ ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്ന സമയം സൂര്യയും ശിവയും കൂടി ഉത്സവം കാണുവാനായി പോയി. എന്നാൽ സൂര്യക്കാണെങ്കിൽ അവിടെ ഒരു മുത്തശ്ശി ഇരുന്ന് ടാറ്റു അടിക്കുന്നത് കണ്ട് പെട്ടെന്ന് ടാറ്റു അടിക്കാനുള്ള മോഹം വന്നു. അവനും പോയി ടാറ്റു അടിക്കും. അത് കാണുന്ന ശിവയാണെങ്കിലോ, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുന്നതെന്ന് അറിയാമല്ലോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്നു. സൂര്യ കയ്യിൽ ടാറ്റു അടിച്ചത് അവരുടെ അച്ഛനറിയും. അച്ഛനാണെങ്കിലോ ഫുൾ ടൈം വെള്ളമാണ്.
അങ്ങനെ സൂര്യയെ ഒരുപാട് ഉപദ്രവിക്കുകയാണ് അച്ഛൻ. നീ എന്തിനാടാ ടാറ്റു അടിച്ചത്? ടാറ്റു അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാണ് മദ്യപിച്ചുകൊണ്ട് സൂര്യയെ തല്ലുന്നതും. തല്ലരുതെന്ന് ശിവ ഒരുപാട് തടഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നതേയില്ല. എന്നാൽ അച്ഛനാണെങ്കിൽ അവരെയും കൂട്ടി വീട്ടിൽ വന്നിട്ട് അമ്മയെ എടുത്തിട്ട് ഒരുപാട് അടിക്കും. അച്ഛൻ മിക്ക ദിവസവും കുടിച്ചുകൊണ്ട് വന്ന് അമ്മയെ അടിക്കാറുണ്ടായിരുന്നു. അതെല്ലാം ശിവയും സൂര്യയും കാണാറുണ്ട്. അച്ഛന്റെ ഈ പ്രവൃത്തികളൊന്നും ശിവയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്നു. സൂര്യ ടാറ്റു അടിച്ച കാര്യത്തിന് അമ്മയാണ് അച്ഛൻ ഒരുപാട് തല്ലുന്നതും. അവസാനം തല്ലുകൊണ്ട് അമ്മ മരിക്കുമെന്ന അവസ്ഥയാകാറായപ്പോൾ ശിവ തന്റെ കയ്യിൽ കെട്ടിയ കത്തിയെടുത്ത് അച്ഛനെ കുത്തി കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്നും നാടുവിട്ടുപോയി. അടുത്ത ദിവസം രാവിലെ തന്റെ അണ്ണനെ ആലോചിച്ച് കരയുകയായിരുന്നു സൂരി. അവിടേക്ക് അവരുടെ മാമൻ വന്നിട്ട്, നിങ്ങളുടെ വീട്ടില് ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു. ആ രാക്ഷസനെ നിന്റെ ചേട്ടൻ കൊന്നു. നിങ്ങൾ ഇനി മുതൽ ഹാപ്പിയായിട്ട് ജീവിക്കാം. അതിനു വേണ്ടിയിട്ടാ നിന്റെ ചേട്ടൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അവൻ വലിയവനല്ലേ എന്ന് മാമനാണെങ്കിൽ സൂര്യയോട് ചോദിക്കുന്നു. അത് കേട്ട് സൂര്യയും തന്റെ ചേട്ടനെ ഓർത്താണ് ഒരുപാട് കരയുന്നതും. അവരുടെ നല്ലതിനു വേണ്ടിയിട്ട്, അവർ നല്ല രീതിക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിവയാണെങ്കിൽ തന്റെ അച്ഛനെ കൊന്നുകളഞ്ഞതും. കുട്ടിക്കാലത്തെ തങ്ങളെ വിട്ട് ഓടിപ്പോയ ശിവയെ കണ്ടെത്തണമെന്നാണ് സൂര്യയുടെ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ട് അവൻ ഒരുപാട് പ്രയത്നിക്കുന്നുമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സൂര്യയുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന കുറെ സംഭവങ്ങളും ഇപ്പോൾ പ്രസന്റ് ആണ് കാണിക്കുന്നത്. അടുത്ത ദിവസം സൂര്യക്ക് വേണ്ടിയിട്ട് ഒരു എൻക്വയറി വെച്ചിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ SIയെ തല്ലിയില്ലേ, ആ ഒരു കേസാണ്. കമ്മീഷണർ ഓഫീസിൽ വെച്ചല്ലേ തല്ലിയത്. അതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എത്തിയിട്ട് സൂര്യയെ ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് SIയെ തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ പാവപ്പെട്ടൊരു മുത്തശ്ശന്റെ ചെറുമകനെയാണ് പിടിച്ചുകൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത്. ആ പയ്യനെ എൻകൗണ്ടർ ചെയ്യാൻ തീരുമാനിച്ചത് ഫേക്ക് ആണെന്നുള്ള കാര്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അന്വേഷണം വന്നു കഴിഞ്ഞാൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും. മാത്രമല്ല സാറിന്റെ പേരിലും ഫേക്ക് എൻകൗണ്ടർ 3 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അന്വേഷണം വരികയാണെങ്കിൽ അതും എന്തായാലും പൊങ്ങി വരുമെന്നുള്ള കാര്യവും സൂര്യ പറയുന്നു. അത് കേട്ട് ഉയർന്ന ഉദ്യോഗസ്ഥൻ ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്. അങ്ങനെ സൂര്യയുടെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആക്കി സൂര്യയെ പുറത്തേക്ക് വിടുന്നു. എന്നാൽ ഈ ചർച്ചകളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു റോ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ സൂര്യക്കടുത്തേക്ക് വന്നിട്ട് ശ്രീലങ്കയിൽ പുതുതായിട്ടൊരു ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണ്. അതില് അണ്ടർ കവർ ഏജന്റായിട്ട് നീ പോകണമെന്നുള്ള കാര്യവും സൂര്യയോട് പറയുന്നു. എന്നാൽ സൂര്യ ചോദിക്കുന്നത്, ഞാനെങ്ങനെ പോകാനാ, ഞാൻ വെറും ഒരു കോൺസ്റ്റബിൾ അല്ലേ എന്നുള്ള കാര്യവും ആ ഒരു ഓഫീസറിനോട് ചോദിക്കുന്നു. നിന്നെ കൊണ്ട് മാത്രമേ ഇതിന് കഴിയൂ. ഈ ഒരു ഓപ്പറേഷൻ അവസാനിക്കുന്ന സമയത്ത് എന്തായാലും നിന്റെ ചേട്ടനെ നിനക്ക് തിരിച്ചു കൊണ്ടുവരുവാനായി പറ്റുമെന്നും ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു. എന്നിട്ട് കമ്മീഷണർ ഓഫീസിൽ അവനൊരു സ്കെച്ച് വരയ്ക്കുവാനായി ഏൽപ്പിച്ചില്ലേ തന്റെ ചേട്ടൻ ഇപ്പോഴുള്ള രൂപം, ആ ഒരു ഫോട്ടോയും അവന്റെ കൈവശം ഏൽപ്പിക്കുകയാണ്. അവന്റെ ചേട്ടൻ വലുതാകുമ്പോൾ എങ്ങനെയിരിക്കും എന്നുള്ള ചിത്രവും വരച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ 18 വർഷങ്ങൾക്ക് മുൻപ് ശിവ നാടുവിട്ടു പോയി. അവൻ നേരെ എത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലേക്കാണ്. അതേ ശ്രീലങ്കയിൽ തന്നെയാണ് 70 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആദിവാസി ഗ്രാമത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം നടന്ന സമയത്ത് അവിടുന്ന് കുറച്ചുപേർ രക്ഷപ്പെട്ടു വന്നല്ലോ. അവരും ശ്രീലങ്കയിൽ തന്നെയാണുള്ളത്. ഇന്ത്യയിലേക്ക് അവർ കുടിയേറി വരുവാനായി നോക്കിയപ്പോൾ ഇന്ത്യയിൽ അവർക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അവർ വീണ്ടും ശ്രീലങ്കയിലേക്ക് തന്നെ പോയി. ശ്രീലങ്കയിൽ ഒടിയപ്പൻ എന്നുള്ള ഒരാളുണ്ട്. ഇയാളാണെങ്കിൽ വലിയൊരു സ്മഗ്ലറാണ്. അവരൊരു ഗ്യാങ് തന്നെയുണ്ട്. അവരെല്ലാവരും ചേർന്ന് ആയുധങ്ങള്, സ്വർണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്മഗ്ലിംഗ് നടത്താറുണ്ട്. അതിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ശ്രീലങ്കയിലുള്ള ജനങ്ങളെയാണ്. ശ്രീലങ്കയിലുള്ള ജനങ്ങളെ എല്ലാവരെയും തന്റെ കൺട്രോളിലാണ് ഒടിയപ്പൻ വെച്ചിരിക്കുന്നതും. ഇതേ ശ്രീലങ്കൻ ജനങ്ങൾക്കൊപ്പമാണ് 18 വർഷം മുൻപ് ഒളിച്ചോടി വന്ന സൂര്യയുടെ ചേട്ടനുമുള്ളത്. ശ്രീലങ്കൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൂര്യയുടെ ചേട്ടൻ ഇപ്പോൾ നിൽക്കുന്നതും. അവർക്ക് എല്ലാ ആവശ്യത്തിനും സൂര്യയുടെ ചേട്ടൻ മുൻപന്തിയിൽ കാണും. എന്നാൽ ഒടിയപ്പനാണെങ്കിലോ ഈ ജനങ്ങളെ എല്ലാവരെയും തന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണല്ലോ. തന്റെ സ്മഗ്ലിംഗ് ജോലികൾക്ക് വേണ്ടിയിട്ട് ഇവരെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഒടിയപ്പൻ പറയുന്നതിനപ്പുറം അവർക്ക് പോകാനായും പറ്റത്തില്ല. എന്തെങ്കിലും പ്രവൃത്തികൾ കാണിച്ചു കഴിഞ്ഞാൽ ഒടിയപ്പൻ അവരെ കൊന്നു കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇയാളുടെ സ്മഗ്ലിംഗ് ജോലികളെല്ലാം ചെയ്യുന്നത് ആ ജനങ്ങളാണല്ലോ. അതിന് നേതൃത്വം കൊടുക്കുന്നതും ശിവയും. കാരണം അത് ചെയ്തേ പറ്റൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളെ എല്ലാവരെയും ഒടിയപ്പൻ ദ്രോഹിക്കും എന്നുള്ള കാര്യം ശിവയ്ക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ സൂര്യക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്തെന്നാൽ ശ്രീലങ്കയിലേക്ക് ചെന്നിട്ട് ഒടിയപ്പന്റെയും ഗ്യാങ്ങിന്റെയും ആ ഒരു ജോലികളെല്ലാം എങ്ങനെയെങ്കിലും ഒക്കെ സ്പൈ ആയിട്ട് നിന്ന് വർക്ക് ചെയ്ത് ആ ഒരു വിവരമാണെങ്കിൽ റോ ഏജൻസിനെ അറിയിക്കണം. മാത്രമല്ല സൂര്യയുടെ ചേട്ടനായിട്ടുള്ള ശിവയെയും നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇത് തന്നെയാണ് സൂര്യക്ക് ആ ഒരു ഏജൻസിയിലുള്ള ഉദ്യോഗസ്ഥൻ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വവും. തന്റെ ചേട്ടനെ എത്രയും വേഗം കണ്ടെത്തണമെന്ന ആഗ്രഹം സൂര്യയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ശ്രീലങ്കയിലേക്ക് പുറപ്പെടുകയാണ്. ശ്രീലങ്കയിൽ എത്തിയപ്പോഴാണ് ശിവ ജയിലിൽ കിടക്കുന്ന കാര്യം സൂര്യ അറിയുന്നതും. അതുകൊണ്ട് തന്നെ ജയിലിലെ ഒരു കുറ്റവാളിയായിട്ട് സൂര്യയും
ജയിലിലേക്ക് പ്രവേശിക്കും. ജയിലിലേക്ക് കയറിയ ഉടനെ തന്നെ ശിവയുടെ വലങ്കൈയെ കണ്ടെത്തുകയാണ്. ശിവയുടെ വലങ്കൈക്കിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും പെട്ടെന്ന് തന്നെ ശിവയ്ക്ക് മുന്നിലേക്ക് എത്താൻ കഴിയുമെന്ന് സൂര്യക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവയുടെ വലങ്കൈയെ തല്ലും. ഈ കാര്യം ശിവ അറിയുകയാണ്. ശിവ ഉടനെ തന്നെ സൂര്യക്ക് അടുത്തേക്ക് വന്നു. എന്നിട്ട് സൂര്യ എവിടെയിട്ട് ഒരുപാട് തല്ലും. കുറെ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ സൂര്യ തന്റെ ചേട്ടനെ ഇപ്പോൾ അടുത്ത് കാണുന്നതും. അതുകൊണ്ട് തന്നെ ചേട്ടനെ അടിക്കുന്ന അടിയെല്ലാം കൊള്ളുകയാണ്. അവസാനം ശിവയാണെങ്കിലോ സൂര്യയെ ഒന്ന് കുത്തുകയും ചെയ്യുന്നു. അതും വലുതായിട്ടല്ല, ചെറിയ രീതിയിൽ. ഉടനെ തന്നെ സൂര്യയാണെങ്കിൽ ശിവയോട് പറയും, എന്നെ കുത്തിക്കഴിഞ്ഞാൽ കൊല്ലണം, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൊന്നുകളയുമെന്ന് വിരട്ടുന്നു. കാരണം പണ്ട് ഇതുപോലെ തന്നെ ഇവരുടെ അച്ഛൻ ഇവരെ തല്ലുന്ന സമയത്ത് സൂര്യയാണെങ്കിൽ അച്ഛനോട് ഈ ഡയലോഗ് പറയുമായിരുന്നു. ആ ഒരു കാര്യം ശിവയ്ക്ക് ഓർമ്മ വരും. നീ സൂര്യയാണോ എന്ന് ശിവ ചോദിക്കും. അതേ എന്ന് സൂര്യയും പറയുന്നു. വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ചേട്ടനും അനിയനും പരസ്പരം കണ്ടുമുട്ടുന്നത്. 2 പേർക്കും ഒരുപാട് സന്തോഷമാകും. നീ പക്ഷേ ഇവിടെ നിൽക്കരുത്, നീ എത്രയും വേഗം അമ്മയുടെ അടുത്തേക്ക് പോകണം. എന്നോടൊപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവൻ ആപത്താണെന്നും ശിവ പറയുന്നു. പക്ഷേ സൂര്യ തിരികെ പോകാൻ തയ്യാറാകുന്നില്ല. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് നാട്ടിൽ ആരാ കൂട്ടെന്നും അവൻ ചോദിക്കുന്നു. എന്നാൽ സൂര്യ പറയും, 2 വർഷം മുൻപ് അമ്മ മരിച്ചുപോയെന്ന് കള്ളം പറയുന്നു. അതുകൊണ്ട് തന്നെ സൂര്യയെ തന്റെ കൂടെ നിർത്തുവാനായിട്ടും ശിവ തീരുമാനിക്കും. എന്ത് കാര്യം ചെയ്യണമെങ്കിലും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമല്ലോ. അങ്ങനെ ജയിലിൽ നിന്നും 2 കൂട്ടരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ എല്ലാവരും താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയാണ്. മറ്റൊരു വശത്ത് ഗ്രാമത്തിലൊരു പെൺകുട്ടിക്കാണെങ്കിൽ പ്രസവ വേദന വന്നിരിക്കുകയാണ്. അവളെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനായിട്ട് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും തീരുമാനിക്കും. എന്നാൽ ആ ഗ്രാമത്തിന് ഒരു നിയമമുണ്ട്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും സ്മഗ്ലിംഗ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കൊരു റൂളുണ്ട്. ഗ്രാമത്തിലുള്ള പെൺകുട്ടികൾ ആരും ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകാനായി പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഗ്നന്റ് ആയ പെൺകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതും. അതേസമയം തന്നെയായിരുന്നു അവിടേക്ക് നമ്മുടെ കഥാനായികയുടെ എൻട്രി. കഥാനായിക ഡോക്ടറാണ്. അവളുടെ പേരാണ് മധു. മധു വന്നിട്ട് എത്രയും വേഗം ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് പറയും. അവൾ അവിടെ ഒരുപാട് പ്രശ്നമുണ്ടാക്കുകയാണ്. അതേസമയം തന്നെ കഥയിലെ മെയിൻ വില്ലനായ മുരുകൻ അവിടേക്ക് വരും. ഈ മുരുകനാണ് ആ സ്മഗ്ലിംഗ് ഗ്രൂപ്പിന്റെ മെയിൻ ആളായിട്ടുള്ള ഓടിയപ്പനിലെ അയാളുടെ മകൻ. ഈ മുരുകൻ ഒരു സൈക്കോയാണ്. അവന് ആരെങ്കിലും കൂടെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവരെ കൊന്നിട്ട് മാത്രമേ മുരുകൻ തിരികെ വരൂ. അത്തരമൊരു മൃഗീയമായ സ്വഭാവമാണ് മുരുകനുള്ളതും. മുരുകൻ അവിടേക്ക് വരും. അപ്പോൾ മധു ആണെങ്കിൽ എത്രയും വേഗം ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയും. പക്ഷേ മുരുകൻ പറയുന്നത് റൂൾസ് അനുസരിച്ച് ഇവിടെ നിന്ന് പെൺകുട്ടികളാരും പുറത്തേക്ക് പോകരുതെന്നല്ലേ, ഇവിടെ തന്നെ പ്രസവിച്ചാൽ മതി എന്നും മുരുകൻ പറയുന്നു. അങ്ങനെ വേറൊരു നിവൃത്തിയുമില്ലാതെ മധുവിന്റെ സഹായത്തോടു കൂടി ആ പെൺകുട്ടി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ കുഞ്ഞിനെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ. ഈ കുഞ്ഞ് പെണ്ണല്ലല്ലോ, ആണല്ലേ, എത്രയും വേഗം ഇതിനെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചുകൂടെ എന്ന് ചോദിക്കും. അതിന് മുരുകൻ സമ്മതിക്കും. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഒരു വിഭാഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്ത് ചെയ്യാനാ, ആ ഒരമ്മ പ്രസവിച്ചതിന് ശേഷം തന്റെ കുഞ്ഞിനെ പോലും അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല. പെൺകുട്ടിയെ ഗ്രാമത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി, അവളുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. അതേ സമയത്തായിരുന്നു നമ്മുടെ സൂര്യ ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നതും. സൂര്യ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ അവനെ അതിനുള്ളിലേക്ക് കയറുവാനായിട്ട് ഗ്രാമവാസികൾ സമ്മതിച്ചില്ല. പുറത്തു നിന്നുള്ള ആർക്കും ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമവാസികൾ അങ്ങനെ പറഞ്ഞതും. എന്നാൽ ശിവ പറയും, ഇവൻ എന്റെ സഹോദരനാ, ഇവന് ആരുമില്ല, അതുകൊണ്ട് ഇനി മുതൽ ഇവൻ എന്നോടൊപ്പം തന്നെ നിൽക്കുമെന്നും ശിവ പറയുന്നു. അങ്ങനെ സൂര്യയും കൂട്ടി ശിവ തന്റെ വീട്ടിലേക്ക് പോകും. അവിടെ ശിവയ്ക്ക് ഒരു ഭാര്യയും ഒരു മകനുമുണ്ട്. അവരോടൊപ്പം സന്തോഷമായിട്ട് സൂര്യയും താമസിക്കുവാനായി ആരംഭിച്ചു. അതേ സമയത്തായിരുന്നു ഓടിയപ്പനാണെങ്കിൽ ആ ഗ്രാമവാസികൾക്ക് അടുത്ത ഗോൾഡ് സ്മഗ്ലിംഗ് സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ലൊക്കേഷനും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവിടേക്ക് എത്തണമെന്നും ഗ്രാമവാസികളോട് പറയും. എന്നാൽ ഇതെല്ലാം നമ്മുടെ സൂര്യ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. സൂര്യ ഈ വിവരം നേരെ നമ്മുടെ കഥാനായികയായ മധുവിനെ അറിയിക്കും. എന്തിനാണ് മധുവിനെ അറിയിച്ചത് എന്നൊരു ചോദ്യം നമുക്കിടയിൽ വരില്ലേ? ഇന്ത്യൻ റോ ഏജൻസി ഏർപ്പാടാക്കിയ മറ്റൊരു സ്പൈ ആണ് ഈ മധു. അതാർക്കും അറിയത്തില്ല. ആ ഒരു കാര്യം സൂര്യക്ക് മാത്രം അറിയാം. അങ്ങനെയാണ് മധുവിനെ വിവരം അറിയിച്ചതും. ഓടിയപ്പൻ അയച്ചു കൊടുത്ത ആ ഒരു ലൊക്കേഷനിലേക്ക് ഗ്രാമവാസികൾ എത്തുന്ന സമയം തന്നെ ശ്രീലങ്കൻ പട്ടാളവും എത്തുന്നു. പട്ടാളത്തിനെ കണ്ട് പേടിച്ച് ഗ്രാമവാസികളാണെങ്കിലോ ആ ഒരു ഗോൾഡ് ഉൾപ്പെടുന്ന ബോക്സ് എല്ലാം ഇട്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഈ ഒരു കാര്യം മുരുകനും ഓടിയപ്പനും ഒക്കെ അറിയും. മുരുകനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം. ഗ്രാമവാസികളിൽ നിന്നും 4 പേരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവരാരോ ആണ് ഒറ്റിക്കൊടുത്തതെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് അവരെ ഒരുപാട് തല്ലുന്നു. കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. വിവരമറിഞ്ഞ സൂരി ഓടിയപ്പനോടും മുരുകനോടും പറയും, ശ്രീലങ്കൻ പട്ടാളം പിടിച്ചുകൊണ്ടുപോയ ഗോൾഡ് അടങ്ങിയ ആ ഒരു കണ്ടെയ്നർ ഞാൻ കൊണ്ടുവരാം. പക്ഷേ പകരമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയവരെല്ലാം വിട്ടുതരണമെന്നും സൂര്യ ആവശ്യപ്പെടുന്നു. അത് കേട്ട് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് പറയുന്നത്, ശ്രീലങ്കൻ പട്ടാളത്തിന്റെ കയ്യിൽ നിന്നും നീ ഗോൾഡ് ബോക്സ് കൊണ്ടുവരുമോ?
എങ്കിലൊന്ന് കൊണ്ടുവന്നേ കാണട്ടെ എന്ന് അവരെല്ലാവരും പറയും. അതിന് മറുപടിയായിട്ട് സൂര്യ പറയുന്നത്, ഞാൻ കൊണ്ടുവരും, പക്ഷേ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ആ പ്രസവിച്ചു കഴിഞ്ഞ പെൺകുട്ടിയില്ലേ, അവളുടെ കുഞ്ഞിനെ ഇതുവരെയും കണ്ടിട്ടില്ല. കുഞ്ഞാണെങ്കിൽ സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലും. അവളെയും ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കുഞ്ഞിനെ അവളെ കാണിക്കണമെന്നും സൂര്യ ആവശ്യപ്പെടുന്നു. വേറെ വഴിയില്ലാതെ ആ ഒരു ആവശ്യവും അവർ അംഗീകരിക്കുവാനായി തീരുമാനിച്ച സമയത്തായിരുന്നു മുരുകൻ അവിടേക്ക് വരുന്നതും. റൂൾസ് പ്രകാരം സ്ത്രീകൾ ആരും ഗ്രാമം വിട്ട് പുറത്തു പോകരുത് എന്നുണ്ടല്ലോ, അതിവിടെ നടക്കത്തില്ല എന്ന് പറയുന്നു. സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെല്ലാം ഗോൾഡ് അടങ്ങിയ ബോക്സ് ആയിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ സൂര്യയുടെ ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചു കൊടുത്തു. അത് മുരുകനിൽ വല്ലാത്ത വെറുപ്പുണ്ടാക്കുവാനായും കാരണമായി. അങ്ങനെ സൂര്യയും ശിവയും അവിടെ നിന്ന് നേരെ പോകുന്നത് ശ്രീലങ്കൻ പട്ടാളത്തിന്റെ അടുത്തേക്കാണ്. അവിടെ വെച്ച് ഗോൾഡ് കൊണ്ടുപോകുന്ന ആ ഒരു കണ്ടെയ്നറിലെ അത് സൂര്യയുടെയും ശിവയുടെയും കണ്ണിൽപ്പെടുന്നു. ശ്രീലങ്കൻ പട്ടാളത്തിന്റെ കയ്യിൽ നിന്നും ആ ഒരു കണ്ടെയ്നർ തട്ടിയെടുത്ത് അവർ യാത്ര ആരംഭിച്ച സമയത്തായിരുന്നു ചെക്ക് പോസ്റ്റ് എത്തുന്നതും. ചെക്ക് പോസ്റ്റിൽ നല്ല ചെക്കിംഗ് നടക്കുന്നുണ്ട്. എന്തായാലും അവരുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്നുള്ള കാര്യം സൂര്യക്കും ശിവയ്ക്കും അറിയാം. അത് മനസ്സിലാക്കി ശിവ പറയുന്നുണ്ട്, അനിയ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, ഇത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. പക്ഷേ അവരുടെ കയ്യിൽപ്പെട്ടാൽ തന്റെ ചേട്ടൻ മരണപ്പെട്ടു പോകും. ഇത്രയും വർഷം കാത്തിരുന്ന് ചേട്ടനെ കണ്ടെത്തിയത് അതിനാണോ എന്നുള്ള കാര്യം സൂര്യ ചിന്തിക്കുന്നു. എങ്ങനെയായാലും ചേട്ടൻ ഈ ഒരു കണ്ടെയ്നർ അങ്ങ് എത്തിച്ചാൽ അതിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് സൂര്യയാണെങ്കിൽ കണ്ടെയ്നർ നേരെ ഓടിച്ചു മുന്നോട്ട് തന്നെ പോകും. അപ്പോഴേക്കും പട്ടാളമാണെങ്കിൽ തുരുതുരാ വെടിവെക്കുവാനായി ആരംഭിച്ചു. അവസാനം രണ്ടുപേരും പട്ടാളത്തിന്റെ കയ്യിൽ വന്ന് പെടുകയാണ്. എന്നാൽ ശിവയാണെങ്കിലോ അതിലൊരു പട്ടാളക്കാരനെ പിടിച്ചിട്ട് അയാളുടെ കയ്യിലിരുന്ന തോക്കെടുത്ത് പട്ടാളക്കാരന്റെ തലയിൽ വെച്ചിട്ട്, സൂരി നീ രക്ഷപ്പെട്ടോ, ഈ ഒരു കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് തന്നെ ശിവ പറയും. പക്ഷേ ചേട്ടനെ വിട്ടു പോകുവാനായിട്ട് സൂര്യ തയ്യാറായിരുന്നില്ല. അവിടെ കിടന്നൊരു ഷീൽഡ് എടുത്ത് തന്റെ കവചമായി ഉപയോഗിച്ചിട്ട് നേരെ പോകുന്നത് ഫോണിനടുത്തേക്കായിരുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് നേരെ വിളിക്കുന്നത് റോ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനെയും. ഏതെങ്കിലും സാഹചര്യത്തിൽ ശ്രീലങ്കൻ പട്ടാളത്തിന്റെ കയ്യിൽ നീ പെട്ടുകഴിഞ്ഞാൽ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് ഒരു കോഡ് വേർഡ് പറയണം എന്നുള്ള കാര്യം റോ ഏജൻസിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് സൂര്യ നേരെ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് ആ ഒരു കോഡ് വേർഡ് പറയുകയാണ്. അതോടുകൂടി ശ്രീലങ്കൻ പട്ടാളം സൂര്യയെയും സൂര്യയുടെ ചേട്ടനെയും വെറുതെ പിടിക്കുകയാണ്. എന്നാൽ സൂര്യയുടെ ചേട്ടനായ ശിവയ്ക്കാണെങ്കിലോ സൂര്യ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നെന്നും അതോടുകൂടി സൂര്യയെയും ശിവയെയും ശ്രീലങ്കൻ പട്ടാളം വെറുതെ വിടുകയാണ്. എന്നാൽ ശിവയ്ക്കാണെങ്കിലോ സൂര്യ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും ഒരു സ്പൈ ആണെന്നുമുള്ള കാര്യവും മനസ്സിലാകുന്നു. കൂടാതെ സൂര്യ ആ ഗോൾഡ് അടങ്ങിയ കണ്ടെയ്നറും ഓടിയപ്പനെയും ഗ്യാങ്ങിനെയും കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്. അതോടുകൂടി സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെല്ലാം ഒരുപാട് സന്തോഷമായി. എന്നാൽ മുരുകനാണ് ഏറ്റവും ദേഷ്യമായത്. എല്ലാവരുടെ മുന്നിൽ അവൻ നാണം കെട്ടു പോയതുപോലെയായി. അവന് സൂര്യയോട് വല്ലാത്ത ദേഷ്യവും. എന്നാൽ സൂര്യ കാരണം ഇപ്പോൾ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള പെൺകുട്ടികൾക്കാണ്. തന്റെ കുഞ്ഞിനെ കാണുവാനായിട്ട് മറ്റൊരു പെൺകുട്ടിക്ക് സിറ്റിയിലേക്ക് പോകാൻ പറ്റിയല്ലോ. അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് പുറം ലോകം കാണുവാനായും പറ്റി. സൂര്യ കാരണമാണ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതെന്ന് മനസ്സിലാക്കിയ ജനങ്ങളാണെങ്കിലും സൂര്യക്ക് നല്ല സ്വീകരണം കൊടുക്കുന്നു. അവിടെ ഒരുപാട് ആഘോഷം നടക്കുകയാണ്. എന്നാൽ ശിവയ്ക്കറിയാം സൂര്യ ഒരു സ്പൈ ആണെന്നും. അതുകൊണ്ട് തന്നെ സൂര്യയെ മാറ്റി നിർത്തിയ ശിവ പറയും, ഈ ജനങ്ങളെല്ലാവരും പാവമാ, നീ എന്തിനാ ഇവരെ ഇങ്ങനെ പറ്റിക്കുന്നത്, നീയല്ലേ ഒറ്റിക്കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നു. സത്യത്തിൽ സൂര്യ അല്ല ഒറ്റിക്കൊടുത്തത്. ഇന്ത്യൻ റോ ഏജൻസിയിലേക്ക് ഈ ഒരു സ്മഗ്ലിംഗ് നടക്കാൻ പോകുന്ന കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തത് ഈ ശിവയുടെ വലങ്കൈയായിട്ട് നടക്കുന്നിടത്തനില്ലേ അവന്റെ ഒരു കൂട്ടാളിയാണ്. ആ ഒരു കാര്യം ഗ്രാമവാസികൾ എല്ലാവരും അറിയുകയാണ്. ആ ഒരാളിനെ കയ്യോടെ ഗ്രാമവാസികൾ പൊക്കി. നീ എന്തിനാ ഇന്ത്യൻ റോ ഏജൻസിയിലെ ഇക്കാര്യം ഒറ്റിക്കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് നമുക്ക് പോകാനായി പറ്റുമല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് അവനെ കൊന്നുകളയുകയാണ്. ഇതെല്ലാം സൂര്യ കാണുന്നുണ്ട്. സൂര്യ തന്റെ ചേട്ടനോട്, ഈ ഗ്രാമത്തിൽ നിന്നും ചേട്ടത്തിയും കുഞ്ഞിനെയും കൊണ്ട് വാ, നമുക്ക് നന്നായി പോയി ജീവിക്കാമെന്നും സൂര്യ പറയും. എന്നാൽ ശിവ പറയുന്നത്, 18 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എന്റെ കൈവശം ഒന്നുമില്ലായിരുന്നു. അങ്ങനെ വന്ന എന്നെ ഇപ്പോൾ കാണുന്ന രീതിയിലാക്കി മാറ്റിയത് ഈ ഗ്രാമവാസികളാ. അവരെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും വരത്തില്ല എന്നും ശിവ പറയുന്നു. തന്റെ ചേട്ടൻ നാട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് സൂര്യ. മറ്റൊരു വശത്ത് മുരുകൻ തന്റെ അച്ഛനായ ഓടിയപ്പനടുത്ത് എത്തിയിട്ട് സൂര്യ എല്ലാവരും തലയിൽ കൊണ്ട് നടക്കുന്നത് കണ്ട് അവനെയും ആ ഗ്രാമവാസികളെയും ഒതുക്കണമെന്നും മുരുകൻ പറയുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് ഓടിയപ്പൻ പറയുന്നത്, അതൊന്നും ചെയ്യാനായി പറ്റില്ല, എനിക്കെന്തായാലും കാശാ വലുത്. ആ ഗ്രാമവാസികൾ കാരണമാ എനിക്ക് ഒരുപാട് കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും ഓടിയപ്പൻ പറയുന്നു. അത് കേട്ടതും മുരുകന് വല്ലാതെ ദേഷ്യം വരുന്നു. സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ഓടിയപ്പനെ മുക്കി കൊലപ്പെടുത്തുകയാണ് മുരുകൻ. അതിനുശേഷം നേരെ തന്റെ വീട്ടിലേക്ക് വന്നിട്ട് മുരുകനാണെങ്കിലോ ഓടിയപ്പന്റെ വേഷമൊക്കെ ധരിച്ചിട്ട് സിൻഡിക്കേറ്റ് മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയാണ്. ഇനി അടുത്തതായി ഓടിയപ്പന്റെ സ്ഥാനത്തേക്ക് താനായിരിക്കുമെന്നും മുരുകൻ അനൗൺസ് ചെയ്യുന്നു. ഓടിയപ്പന്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്നിടത്തേക്ക് എല്ലാ ഗ്രാമവാസികളെയും ക്ഷണിക്കുവാനായിട്ട്
കേട്ടിട്ടും മുരുകൻ പറയും, മുരുകനൊരു സൈക്കോയല്ലേ, എന്തെങ്കിലും ഉദ്ദേശം കാണും. അങ്ങനെ ശിവയും ഗ്രാമവാസികളും എല്ലാവരും കൂടി മുരുകന്റെ വീട്ടിലേക്ക് എത്തി. എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ശിവയെ മാത്രം മുരുകൻ അകത്ത് സിൻഡിക്കേറ്റ് മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞെട്ടിക്കുന്നൊരു കാര്യം തുറന്നു പറയും. നമ്മളെപ്പറ്റി ഇന്ത്യൻ റോ ഏജൻസിക്ക് ഒറ്റിക്കൊടുത്തത് മറ്റാരുമല്ല, ദേ ഈ നിൽക്കുന്ന ശിവയില്ലേ, ശിവയും ഇവന്റെ സഹോദരനും കൂടിയാണെന്നുള്ള കാര്യം മുരുകൻ പറയുന്നു. അത് കേട്ട് ശിവൻ ഞെട്ടിപ്പോകും. എന്തായാലും തന്റെ സഹോദരനെ രക്ഷിക്കണമെന്നും ശിവ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ ശിവ പറയും, എന്റെ സഹോദരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാ എല്ലാം ചെയ്തത്, ഞാനാ ഒറ്റിക്കൊടുത്തതെന്നും ശിവ പറയുന്നു. എല്ലാ തെറ്റും ശിവ ഏറ്റെടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് മുരുകൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ വഴി ഗ്രാമവാസികൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, എല്ലാവരെയും കൊലപ്പെടുത്തണമല്ലോ എന്നും മുരുകൻ തീരുമാനിക്കുന്നു. നീ മാത്രം ചത്താൽ എല്ലാ കാര്യങ്ങളും സോൾവ് ആവില്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൊന്നു കളയുവാനായിട്ടും മുരുകൻ പറയുന്നു. ശിവ ഒരുപാട് കെഞ്ചി നോക്കിയിട്ടും മുരുകൻ കേൾക്കുന്നതേയില്ല. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തരെയായിട്ട് മുരുകന്റെ ആളുകൾ കൊലപ്പെടുത്തുവാനായും തുടങ്ങി. കൂടെ മുരുകനുമുണ്ട്. ഒരു തരത്തിലുള്ള ദയ്യം കൊടുക്കാതെയാണ് എല്ലാവരെയും കൊന്നുകളയുന്നതും. അത്രയ്ക്കും ക്രൂരനാണല്ലോ ഈ മുരുകൻ. മുരുകന്റെ കയ്യിൽ നിന്നും തന്റെ മകനെയും കുറച്ച് ആളുകളെയും രക്ഷിച്ച് ഗ്രാമത്തിലേക്ക് പറഞ്ഞുവിടുകയാണ് ശിവ. എന്നാൽ ഒരു ഘട്ടത്തിൽ മുരുകനാണെങ്കിലോ ശിവയെ കൊലപ്പെടുത്തുകയാണ്. എന്നാൽ ഇതേ സമയം സൂര്യ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. സത്യത്തിൽ സൂര്യ മധുവിനൊപ്പമായിരുന്നു. തന്റെ ചേട്ടൻ ഈ ഒരു ഗ്രാമത്തെയും ഗ്രാമവാസികളെയും വിട്ട് തന്നോടൊപ്പം വരില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ദേഷ്യത്തിലായിരുന്നു സൂര്യ. ആ കാര്യങ്ങളെല്ലാം മധുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യമുള്ളതുകൊണ്ടായിരുന്നു ശിവയ്ക്കൊപ്പം മുരുകന്റെ വീട്ടിലേക്ക് സൂര്യ പോകാതിരുന്നതും. അങ്ങനെ മധുവിനടുത്ത് നിന്നും തന്റെ ഗ്രാമത്തിലേക്ക് വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഗ്രാമത്തിലുള്ള കുറെ പേർ മരണപ്പെട്ടതും തന്റെ ചേട്ടനായ ശിവ മരണപ്പെട്ട വാർത്തയും സൂര്യ അറിയുന്നു. ശിവയുടെ മരണ വാർത്ത സൂര്യക്ക് താങ്ങാനായില്ല. സൂര്യ പൊട്ടിക്കരയും. ചേട്ടനൊപ്പം ചേട്ടത്തെയും കൊന്നുകളഞ്ഞു എന്നുള്ള കാര്യം സൂര്യ അറിയുകയാണ്. ചേട്ടാ, ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ എന്ന് പറഞ്ഞാണ് അവൻ കരയുന്നതും. ചേട്ടനെയും ചേട്ടത്തെയും പാവപ്പെട്ട ഗ്രാമവാസികളിൽ കുറെ പേരെയും കൊന്നുകളഞ്ഞത് മുരുകനാണെന്നുള്ള കാര്യം സൂര്യക്ക് മനസ്സിലായി. മുരുകനെ കൊല്ലുവാനുള്ള ദേഷ്യം അവന്റെ മനസ്സിലുണ്ടായി. എത്രയും വേഗം മുരുകന്റെ വീട്ടിലേക്ക് പോകുവാനായിട്ടും സൂര്യ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് സൂര്യ ഇറക്കുന്നതോ ഒരു ബോട്ടായിരുന്നു. ബോട്ട് എന്തെന്നാൽ 70 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ആ ഗ്രാമവാസികൾ എത്തിയ ബോട്ടില്ലേ, അതേ ബോട്ട് തന്നെയാണ് അവൻ ഇറക്കുന്നതും മുരുകന്റെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം ആ ഗ്രാമവാസികളിൽ ഒരാൾ കാണുകയാണ്. അപ്പോൾ അയാൾ ചിന്തിക്കും, 70 വർഷങ്ങൾക്ക് മുൻപ് രാജാവ് തന്റെ കിരീടം ഏൽപ്പിച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ, ഒരാൾ വരും നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവൻ ഈ കിരീടം നൽകണമെന്നൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അയാൾക്ക് ഓർമ്മ വരുന്നു. അതേ ബോട്ട് തന്നെയാണ് ദേ ഇപ്പോൾ സൂര്യ ഇറക്കുന്നതും. മാത്രമല്ല സൂര്യയുടെ കഴുത്തിലാണെങ്കിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. ആ ടാറ്റു ഈ ഗ്രാമവാസികളിലുള്ളവരുടെ ദേഹത്ത് മാത്രം കാണപ്പെടുന്ന ടാറ്റു ആണ്. അത് സൂര്യയുടെ ദേഹത്തും ഉണ്ടായിരുന്നു. ആ ടാറ്റു ഉള്ളവനാണ് ഒരിക്കൽ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നതെന്നായിരുന്നു രാജാവ് പറഞ്ഞിരുന്നതും. പണ്ട് സൂര്യയും സൂര്യയുടെ ചേട്ടനും കൂടി അമ്പലത്തിൽ പോയ സമയത്തായിരുന്നല്ലോ സൂര്യ ടാറ്റു അടിച്ചത്. ടാറ്റു അടിക്കാനായിട്ടിരുന്ന ആ ഒരു മുത്തശ്ശി ഈ ഗ്രാമവാസികളിൽ ഒരാളായിരുന്നു. 70 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ഗ്രാമത്തിൽ നിന്നും എത്തിയ ആളായിരുന്നു. അവർക്ക് സൂര്യയെ കണ്ടപ്പോഴേ അറിയാം, ഇവനാണ് വലുതാകുമ്പോൾ തങ്ങളുടെ ഗ്രാമവാസികളെ രക്ഷിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് അവന്റെ ദേഹത്ത് ആ മുത്തശ്ശി ടാറ്റു അടിച്ചതും. ഇപ്പോൾ ഇതെല്ലാം ഈ ഗ്രാമവാസികളിൽ ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അവൻ ബോട്ടുമായിട്ട് നേരെ പോകുന്നത് മുരുകന്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് മുരുകനെയും മുരുകന്റെ കൂട്ടാളികളെയും ഒരു ദയയുമില്ലാതെ കൊന്നുകളയുകയാണ്. അതിനുശേഷം അവൻ നേരെ ഗ്രാമത്തിലേക്ക് കുറച്ച് ഗ്രാമവാസികളുമായി തിരികെ വരുന്നു. അതോടെ തങ്ങളെ രക്ഷിക്കാൻ വന്ന രാജാവിന് ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ആ കിരീടവും കൊടുക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് മുരുകന് ഒരു സഹോദരനുണ്ട്. മുരുകന്റെ സഹോദരനാണെങ്കിൽ തന്റെ അച്ഛനും സഹോദരനും മരണപ്പെട്ട വിവരം അറിയുന്നു. അതോടുകൂടി വിദേശത്തായിരുന്ന ആ ഒരു സഹോദരൻ തന്റെ സഹോദരനെയും അച്ഛനെയും കൊന്നവനെ കൊന്നു കൊലവിളിക്കാനുള്ള ദേഷ്യത്തിൽ നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ സൂര്യ ഗ്രാമവാസികളുടെ രക്ഷകനായി മാറുകയാണ്. മറ്റൊരു വശത്ത് തന്റെ സഹോദരനെയും അച്ഛനെയും കൊന്നുകളഞ്ഞവനോട് പ്രതികാരം വീട്ടുവാനായിട്ട് ദേ ഒരാൾ നാട്ടിലേക്കും വരുന്നു. അതോടുകൂടി 2ാം പാർട്ടിനുള്ള സൂചനയും നൽകിക്കൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.